അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ബ്ലൗസ് എങ്ങനെയാണ് പേപ്പറിൽ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊരു ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ശരിക്കും നോക്കട്ടോ, ശരിക്കും നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ അളവെടുത്തത് നിങ്ങൾ കണ്ടല്ലോ, ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാർട്ട് പേപ്പർ കട്ട് ചെയ്യണത്. ഓക്കെ, ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ബ്ലൗസിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, എപ്പോഴും നമുക്ക് ബ്ലൗസിന്റെ തുണി എന്ന് പറഞ്ഞാൽ വളരെ പിശുക്കിയാണ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലീവിന് തികയൂല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാം, ഫസ്റ്റ് ഒരു പേപ്പറിൽ അത്രയ്ക്കും ഇതുള്ളവർ എന്ത് ചെയ്യാം, നല്ല കോൺഫിഡൻസ് ഉള്ളവർ മാത്രം എന്ത് ചെയ്യുക, നേരിട്ട് പോയിക്കാണ്ട് ലൈനിങ്ങിലൊക്കെ പോയിക്കാണ്ട് വെട്ടിയിടുക. അല്ലാത്തവർ ഒരു പേപ്പർ, ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സാധാ തുണിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിവിടെ ചാർട്ട് പേപ്പർ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലെങ്ത് വേണ്ടത് 15 ഇഞ്ചാണ്. ലെങ്ത് വേണ്ടത് 15 ഇഞ്ച് ആയതുകൊണ്ട് അതിലോട്ട് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു കേട്ടോ. 16 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 15 ഇഞ്ചിലോട്ട് 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടോ. ഇതാ സ്ട്രൈറ്റ് ലൈനായിട്ട് ഞാനിവിടെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ, നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡറിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആം ഹോളിൻ്റെ അളവ് 6.5 നമുക്ക് കിട്ടിയത്. അപ്പോൾ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക്. ബാക്കി വരുന്നത് ഇതാ ഇതിൽ വരുന്ന ബാക്കി വരുന്ന എത്രയാണോ അളവ് അത്രയും കണ്ടോ, 3.5 3 കണ്ടോ, 3.5 3. അപ്പൊ എത്രയാ, 6.5. ഓക്കെ, അപ്പൊ 6.5 ഇഞ്ച് നമ്മൾക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ആണ് കേട്ടോ, 6.5 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഈ 6.5 ഇഞ്ച് തന്നെ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നത്, ആ ഷോൾഡർ തന്നെയാണ് നമ്മൾ താഴോട്ടും എടുക്കുന്നത്. പിന്നെ വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നെക്ക് ഉണ്ടല്ലോ, ഈ നെക്ക് ഇത് ഡീപ്പ് നെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ കുറച്ച് മതി. മനസ്സിലായോ? അതായത് ഇവിടെ ഡീപ്പ് നെക്ക് ആവുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ വലിച്ചിൽ വരുമല്ലോ, അപ്പോൾ ഇവിടെ കുറച്ച് ലൂസ് വരും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നമ്മളെ മാറിൻ്റെ അവിടുത്തെ ആ ഒരു ഇങ്ങനെ ഒരു കപ്പ് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുമല്ലോ, ആ ഒരു, അതായത് മാറിൻ്റെ അവിടെ പൊന്തിക്കണ്ടല്ലോ കേട്ടോ. ഈ എങ്ങനെ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക്, ഈ നമ്മളെ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ ആ ഒരു വരൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു പൊന്തിക്കൽ, ആ പൊന്തിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 6.5 എടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ലെങ്ത്ത്, അതായത് ഇത് ഡീപ്പ് നെക്ക് അല്ലാതെ ഇതൊരു 3 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരളവ് ഇവിടെ ഒരു 7 ഇഞ്ച് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കൈക്കോടിൻ്റെ അവിടെ ടൈറ്റായി പോകും. ഓക്കെ, അത്രയും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഡീപ്പ് നെക്ക് ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഷോൾഡറും അതുപോലെ ഇതും കുറച്ച് മതിയും. ഓക്കെ, അപ്പോൾ ഇനി 6.5 ഇഞ്ച് കേട്ടോ. 6.5 ഇഞ്ച് തന്നെയാണ് നമുക്ക് താഴോട്ടും എടുക്കേണ്ടത്. ഓക്കെ, ഷോൾഡർ നമ്മൾ എത്രയാണോ എടുത്തത് അത് തന്നെയാണ് ഞാൻ ഇവിടെ താഴോട്ടും എടുക്കുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ പറഞ്ഞതിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് നോക്കണമെങ്കിൽ നോക്കാമല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക്, ഞാനില്ലേ ബിഗിനേഴ്സിനോടാണ് പറയേണ്ടത്, ഇവിടെ 6.5 ആണോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കട്ടോ. 6.5 നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് ബ്ലൗസ് എന്നാണ് അളവെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് 21 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടാനോ കുറക്കാനോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു അളവിൻ്റെ പകുതി, 21ൻ്റെ പകുതി എത്രയാ, 10.5 അല്ലേ? 10.5 ഓക്കെ, 10.5 നമുക്ക് വേണ്ടത്. അതിൽ നിന്നും 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. ഓക്കെ,
1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. ഓക്കെ. ഇനി ബോഡിയിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത് എങ്കിൽ ഇത് 42 ആണെന്ന് വിചാരിച്ചോ. ബോഡീൻ്റെ അളവ് 42 ആണെന്നുണ്ടെങ്കിൽ 42 + 4 46. 46/4 എത്രയാ? അതേ പ്ലസ് 1.5. അങ്ങനെ വേണം നമുക്കിവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ബോഡി ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണത്. ഓക്കെ. ഇനി നമ്മളെത്രയാണ് ഷേപ്പ് നമുക്കിവിടെ 18 കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സെൻറ്ററിലുള്ള അളവല്ലേ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. അതിനാണ് ഞാനിവിടെ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞത്. ഓക്കെ. അതേപോലെ താഴത്തെ അളവ് 16.5. അപ്പോൾ നമുക്ക് 8.25 വേണ്ടത്. കൂടുതലും കുറവൊന്നും ചെയ്യണ്ട കേട്ടോ. ഒരേപോലെ ചെയ്ത് കണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഓക്കെ. ഇത്രയും അളവ് നമ്മൾ അളവെടുത്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ ഇവിടെ നമുക്കൊരു കർവ് വരച്ചു കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതാ ഈ കോണിച്ച ഭാഗത്താക്കണം. ഇവിടുന്ന് 1.25 അടയാളപ്പെടുത്താം. ഓക്കെ. 1.25 അടയാളപ്പെടുത്താം. 6.5 അതിൻ്റെ പകുതി 3.25. ഓക്കെ. ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുപോവാം. ഇത് അത്രക്ക് പെർഫെക്ഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം ഉപയോഗിക്കുക. ഇതിൻ്റെ പേരാണ് ആം ഹോൾ കേവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കേട്ടോ, ഈ പകുതിയിലോട്ട്. ഓക്കെ. എന്നിട്ട് നമുക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ, ആ കൈക്കുഴിൻ്റെ അവിടെ ഒരു വലിച്ചിലുണ്ട് വരാൻ. ആ വലിച്ചിലില്ലാതൊക്കെ നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടോ? ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു അളവ് ഈ ഒരു വരച്ചത് 1/4 ഇഞ്ച് അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ അവിടെ, കൈക്കൂടിൻ്റെ അവിടെ ഉള്ള ആ വലിച്ചിലിങ്ങോട്ട് ഇല്ലാതാവും. ഓക്കെ. അതിനുള്ള ടിപ്പാണ് അത്. ഇനി നമ്മൾ ഇത് ഷേപ്പ് ഇവിടുത്തെ ഷേപ്പ് അടയാളപ്പെടുത്തി, താഴത്തെ അളവ് അടയാളപ്പെടുത്തി, ഇനി നമ്മൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് വരക്കണം കേട്ടോ. ഇതാ. ഓക്കെ. ഇങ്ങനെ വരച്ചു. കണ്ടോ? ഈ ഒരളവ് കണ്ടപ്പോൾ കറക്റ്റ് അല്ലേ നമ്മളെടുത്തത്? ഈ ഒരു സ്കെയിലിൻ്റെ ഗുണമാണത്. ഓക്കെ. അപ്പോൾ സ്കെയിലൊക്കെ ആവശ്യമുള്ളവർ വാങ്ങിക്കട്ടോ. ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക, നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുക. ഓക്കെ. 3.5 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലൗസിൽ നിന്നും 3.5 ഇഞ്ചാണ് അളവ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും? നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ 3.25 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. അതെന്താണെന്നറിയോ? നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ചില്ലേ ഇത് വരുന്നത്, ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കുറച്ച് കൊടുക്കണം. 3.25 ഇഞ്ചാക്കണം കേട്ടോ. 3.25 ഇഞ്ചാക്കണം. ഓക്കെ. ഇവിടെ 3.25 ഇഞ്ച് നമ്മൾ കൊടുക്കണം. അതുപോലെ ലെങ്ത്ത് നമുക്ക് 8 അത് നമ്മൾ അതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ലെങ്ത്ത് നമ്മൾ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ 2 കാര്യം കാട്ടിത്തരാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ 3.25 ഇവിടെ 3.5 കൊടുത്ത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്, ഞാൻ കാണിക്കാം. ഈ സംഗതി കണ്ടോ? ഇത് വളരെ ഉപകാരമുള്ള സംഗതിയാണ് കേട്ടോ. ഈ ഒരു നെക്ക് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. കുറച്ചിങ്ങനെ കേട്ടോ. പിന്നെ ഓക്കെ
കണ്ടോ? ഈ ഒരു അളവിൽ ഈ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇവിടെ 3 ഇഞ്ച് 3.25 നമ്മൾ അടയാളപ്പെടുത്തിയത്, ഇവിടെ നമുക്കൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ വരച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആം ഹോൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. ഓക്കെ, നെക്കിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ കേട്ടോ. ഇതിപ്പോൾ 8 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 8 ഇഞ്ച് വേണമെങ്കിൽ 8 ഇഞ്ച് എടുക്കണ്ട, 6 ഇഞ്ച് ആണെങ്കിൽ 6 ഇഞ്ച്, 5 ഇഞ്ച് ആണെങ്കിൽ 5, 4, 3 അത്രയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ബ്ലൗസ് ഡീപ്പ് നെക്കാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. ഓക്കെ, അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവുക കേട്ടോ. ബാക്ക് പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്തിട്ട് കണ്ടാൽ പോരെ, ഒരുപാട് ലെങ്തി ആവും. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ടിപ്പും കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾ ബ്ലൗസ് ഇടുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒന്ന് തയ്ച്ചു നോക്കട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ വിട്ടു പോയതുണ്ട്. അപ്പം ഞാനത് എന്താന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കേട്ടോ, ഇതാണ് ആം ഹോളിൻ്റെ അവിടെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കുകയാണ്. 1/4 ഇഞ്ചോ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 1/4 ഇഞ്ചിനേക്കാളും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ആം ഹോളിൻ്റെ അവിടെ കണ്ടോ, നെക്കിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്യണതിൻ്റെ അടുക്ക് തന്നെ ചെയ്യേണ്ടതായിരുന്നു, അത് ഞാൻ മറന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബാക്ക് ഭാഗം അടയാളപ്പെടുത്തി അല്ലേ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. കണ്ടോ, ഇത് ക്രോസ് ബ്ലൗസ് ആണ് കേട്ടോ, ക്രോസ് പീസ് ബ്ലൗസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, ഫ്രണ്ടിലെ ഭാഗം നമുക്ക് ക്രോസ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിങ്ങനെ വെക്കുമ്പോൾ നേരെ വരും. ഓക്കെ, നമുക്ക് വേണ്ടത് ക്രോസ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് വേണ്ടത് ആ ഒരു അളവിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ക്രോസ് ആയിട്ട് കണ്ടോ, അത് നമുക്ക് അതിനനുസരിച്ച് വെക്കുക. ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല, അങ്ങനെ നേരെ വെക്കാൻ പാടില്ല. അതുപോലെ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ ക്രോസ് ആയിട്ട്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. തുണിയിലാവുമ്പോൾ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തു തരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ കറക്റ്റ് തന്നെ വെക്കുക. ഓക്കെ, നമ്മളിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ചാർട്ട് പേപ്പർ ഇങ്ങനെ നേരെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ക്രോസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക് ഭാഗം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കട്ടിയുള്ളത് എന്തെങ്കിലും വെക്കുക. അതല്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ പിൻ ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ ഒരു അരികൊക്കെ ഉണ്ടല്ലോ, ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം, അതേപോലെ ഈ ഒരു ഭാഗം, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് വരക്കാം കേട്ടോ, ഇങ്ങനെ വരക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെ കേട്ടോ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ
ഒപ്പം തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കട്ടോ. സ്കെയിൽ എടുത്തോണ്ടു, സ്കെയിൽ എടുത്തെങ്കിലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഈ ഒരു ഭാഗം വേണം. അതേപോലെ നമുക്ക് ഇതാ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇങ്ങനെ ഇത് കേട്ടോ, ഇതാ ഇത് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഇത് ഷോൾഡർ, നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വരക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതെയാണ് വെച്ചത്. പിന്നീട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതുപോലെ ചെയ്യട്ടോ. ഇതാ ഇങ്ങനെ ഇത് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു അളവ് വേണം. കണ്ടോ, ഈ ആം ഹോൾ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കട്ടോ. ഇതാ ആം ഹോളിൻ്റെ അളവും നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. ഓക്കെ, ആം ഹോളിൻ്റെ അളവ് കണ്ടോ, ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ കാണുന്നില്ലേ? ഓക്കെ, അപ്പം അത്ര വരച്ചു. ഇനി എന്താ വേണ്ടത് വെച്ചെങ്കിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ വീഡിയോ എടുക്കണേലുണ്ടെന്ന് വെച്ചെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, എന്നെങ്കിലാണ് അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി, ഇത് അടയാളപ്പെടുത്തി, ഇതിങ്ങനെ അടയാളപ്പെടുത്തി. ഓക്കെ, ഇത്ര അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്താ വേണ്ടി അറിയോ, ഇവിടെ ഈ ഇവിടെ ഇതാക്കണ് ഈ ചെസ്റ്റിൻ്റെ അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, അടയാളപ്പെടുത്തി കൊടുക്കണം 1/2 ഇഞ്ച്. അത് നമുക്ക് ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ നീട്ടി ഒന്ന് വരച്ച് കൊടുക്കണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് കേട്ടോ, ഇങ്ങോട്ട് 3 ഇഞ്ച് വേണം അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ അതിനേക്കാളൊക്കെ മുന്നേ ബാക്കിനേക്കാളും 1 ഇഞ്ച് നമുക്ക് ഇറക്കിയിട്ട് വേണം ഫ്രണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 1 ഇഞ്ച് കണ്ടോ, 1 ഇഞ്ച് നമ്മൾ അതും അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി ഇത് നമ്മളില്ലേ ഈ 1 ഇഞ്ച് നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരക്കാട്ടോ. ഇതാ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ച് ഇനി നമ്മൾ ഇതാ 3 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. ഓക്കെ, കണ്ടോ? ഓക്കെ, 3 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. നമ്മുടെ ബാക്കിനേക്കാളും അളവ് കൂട്ടിക്കാണ്ട് വരക്കേണ്ടത്. ഇനി നമുക്ക് അതായത് നമ്മുടെ നെക്കിൻ്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തണം. അതേപോലെ ഇതാ ഈ ഒരു അളവ് ഇങ്ങനെ ഇത് ഒന്ന് വരച്ചു കൊടുക്കണം. അത് ഇവിടുത്തെ ഈ ഒരു കോണ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിമെന്നാണ് ഇനി നമ്മൾ എന്തിട്ടുണ്ട് മറ്റേ പട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിമെന്ന് തന്നെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് വേണ്ടത് നെക്ക് അടയാളപ്പെടുത്തണം അല്ലേ? അപ്പോൾ നെക്ക് അടയാളപ്പെടുത്തണം. നെക്കിൻ്റെ വിടുത്ത് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ഇതാ 6 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 6 ഇഞ്ച്. ഓക്കെ, 6 ഇഞ്ച്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് 3.25 അല്ലേ, 3.25 എടുത്തിൻ്റെ ഇവിടേക്കൊരു 3 ഇഞ്ച് മതി കേട്ടോ. 3 ഇഞ്ച് അടയാളപ്പെടുത്തുക, 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈന് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുത്തോണ്ടെന്നെങ്കിലാണ് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു വൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വൈഡാക്കി കൊടുക്കുക. അല്ലാത്തവർക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു കർവ് കൊടുക്കുക.
കേട്ടോ. അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. ഒന്നെങ്കിൽ ഈ കർവ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വരച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ നെക്കാക്കിയിട്ട് അങ്ങനെ കൊടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വൈഡാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു വൈഡാക്കിയിട്ട് വേണം, വേണ്ട രീതിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു വൈഡാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ വേണം, അവർക്ക് അങ്ങനെ വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ ഒന്ന് ഇതേപോലെ വരച്ചു കൊടുക്കട്ടെ നമുക്ക് കറക്റ്റായിട്ട്. ഒന്ന് ഈ ഒരു മൂല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മൂല കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ടക്ക് ഇടുമ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മൂല ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ടെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇനി ശ്രദ്ധിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടെയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഊഹിച്ച് എടുക്കാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു കാൽക്കുലേഷന്. ഓക്കെ, ഫുൾ ലെങ്ത്ത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 17 ഇഞ്ച്. ഈ 17 ഇഞ്ചിനെ 5 കൊണ്ട് ഹരിക്കുക. ഈ 17 ഇഞ്ചിനെ 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3.4 കിട്ടും. ഓക്കെ, ഈ 3.4ലേക്ക് 4 ഇഞ്ച് കൂട്ടുക. 3.4ക്ക് 4 ഇഞ്ച് കൂട്ടിയാൽ 4 ഇഞ്ച് പറയുമ്പോൾ ഒരു ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത്ര 2 3 കണ്ടോ, 3.25 3.25 ഉണ്ടാവില്ല, 3.5 ഒരു പോയിന്റും ഉണ്ടാവും. ഓക്കെ, ഈ 3.5 ഒരു പോയിന്റ് ഉള്ളത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ലെങ്ത് തന്നെ 3.5 ഒരു പോയിന്റും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടോ, ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു, ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ 3.5 ഒരു പോയിന്റ് കൊടുത്തല്ലോ. ഇനി ഇതിന് നമ്മൾ ഒന്ന് സ്ട്രൈറ്റ് ലൈന് കൊടുക്കട്ടോ. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ലൈന് കൊടുക്കാം. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യൂല കേട്ടോ, ഇതുപോലെ ഇങ്ങോട്ടിടും. ഓക്കെ, അപ്പോൾ വേണ്ടവർക്ക് ഇങ്ങനെ കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ടും കാണാം. ഓക്കെ, അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഭാവിയിൽ എനിക്കും കൂടി ഉപകാരമാകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അളവ് നോക്കിക്കോളൂ. ചെസ്റ്റ് നമുക്കിവിടെ ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവ് 21 അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എത്ര ആയിരിക്കും? 42 ഉണ്ടാവുക. ഫുൾ ബോഡി അളവ് 42 ഉണ്ടാവുക. അപ്പോൾ ഈ 42നെ നമുക്ക് 10 കൊണ്ട് ഹരിക്കുക. 42നെ നമുക്ക് 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4/10. 4 × 10 എത്ര? 40 അല്ലേ? അതിക്ക് 2 താഴെ ഉണ്ടാവും. അപ്പോൾ 0.20 2 4.2. ഓക്കെ, ഈ 4.2 ആണല്ലോ കിട്ടുക. ഇനി 4.2 നമുക്ക് കിട്ടിയ ആൻസർ. ഈ 4.2 നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഇഞ്ച് കൂട്ടുന്നു. 4.2 4 ഇഞ്ച് കൂട്ടിയാൽ 4.5. ഓക്കെ, ഈ 4.5 നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു അളവുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 4.5. ഓക്കെ, 4.5. ഇതാണ് നമ്മുടെ പ്രധാന ടെക്ക് വരുന്ന ഭാഗം കേട്ടോ. അത് നമുക്ക് കാണിക്കാം. ഇനി ഇവിടെ നമ്മളൊരു അടയാളപ്പെടുത്തി. ഇനി ഇവിടുന്ന് ഈ ഒരു അളവുണ്ടല്ലോ, ഇവിടുന്ന് 1 ഇഞ്ചും 0.1 1 ഇഞ്ചും 0.1 ഇവിടെ അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും 1 ഇഞ്ചും 0.1. ഓക്കെ, ഇവിടെയും 1 ഇഞ്ചും 0.1 നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ വരക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കേട്ടോ. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം, ഒന്ന് വൃത്തിക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ,
കറക്റ്റ് കേട്ടോ. ഈ പോയിന്റുകൾ കറക്റ്റ് ആയാൽ നമുക്ക് ടക്കുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ പോയിന്റ്. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ടക്ക് നമ്മൾ അടയാളപ്പെടുത്തണം. ഇവിടുന്ന് നിന്നും ഇവിടേക്ക് 3 ഇഞ്ച്. ഓക്കെ, ഇവിടെ നിന്നും ഇവിടേക്ക് 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 4.5 ആണല്ലോ. ആ ഒരു 4.5 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണ്ടേ. ഇതാ ഇങ്ങനെ അടയാളപ്പെടുത്തണ്ടേ. ഇതിൽ നിന്നും 3.5 ഇഞ്ച് ഇനി നമ്മൾ നോക്കണേ. അപ്പം ഇനി നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇതാ 3 ഇഞ്ച് കേട്ടോ, വട്ടം 3 ഇഞ്ച്. ഈ 3 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ വീണ്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. 1 ഇഞ്ച് വീണ്ടും അടയാളപ്പെടുത്തി കൊടുത്തു. ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. ഓക്കെ, അത് മനസ്സിലായല്ലോ. 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതിക്ക്. എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനിയില്ലേ, ഇനി ഈ 1 ഇഞ്ച് നമ്മൾ എന്തിനാണ് അടയാളപ്പെടുത്തിയത് അറിയോ? ഈ 1 ഇഞ്ചിൻ്റെ നേരെ ആയിരിക്കും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ടക്കും വരുന്നത്, ഇവിടുത്തെ ഒരു ടക്കും വരുന്നത്. അപ്പം നമുക്ക് വെക്കാം. ഓക്കെ, ഇതാ ഇതിലിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതിങ്ങനെ വെക്കുക. കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് നമ്മൾ എത്രയാണോ ലെങ്ത്ത് വരിക, എത്രയാണ് ലെങ്ത്ത് വരുന്നത്? 3.25 അല്ലേ. അപ്പം അതേ 3.25 ഇവിടെയും വരുമല്ലോ, വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് ഈ ഒന്നിക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടുന്ന് 1, 2, 3 നമ്മുടെ ടെക്കിൻ്റെ വലിപ്പം എന്ന് പറയണത് 3 ഇഞ്ച്. കണ്ടോ, 3 ഇഞ്ച്. ഇത് 3 ഇഞ്ച്. അതേപോലെ ഇവിടുത്തെ ടക്ക് 3 ഇഞ്ച്, ഇവിടുത്തെ ടക്ക് 3 ഇഞ്ച്. കണ്ടോ, ഇതൊക്കെ വരുന്നത് ഏത് രീതിക്കാണ്? ഈ ഒരു അളവുക്ക്. കണ്ടോ, ഈ ഇതിൽ നിന്ന് എടുത്ത ഈ 1 ഇഞ്ചിൻ്റെ അളവുക്കാണ് ഈ ഒരു ടക്കൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ടക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഒപ്പം. അതിനാണ് ഞാൻ ഈ കോണ് വരക്കണം എന്ന് പറഞ്ഞത്. കണ്ടോ, ഈ കോണ് കൂടെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ആ ഒരു ടക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ സൂമായില്ലേ. ഇനി ഇതാക്കണം, ഇതിങ്ങനെ വെക്കുക. ഈ ഒരു ഇതിലോട്ട് കണ്ടോ, ഈ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ വെക്കുക. ഇതാ ഈ ഒരു കോണ് കൂടെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഈ കോണ് കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ടൊരു 3.25 ഇഞ്ച് 3.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. 3.25 ഇവിടെ വരും. ഇതാ ഇവിടെ ഏറ്റവും വരും. കണ്ടോ, 3.25 ഇഞ്ച് ഇതാ ഇവിടെ ഏറ്റവും. കണ്ടോ, അപ്പോൾ അതായത് മനസ്സിലായോ? ഈ ഇത് ഇങ്ങനെ സ്റ്റാർ പോലെ അല്ല, ഒരു സമൂസ പോലെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു ത്രികോണം പോലെ ഈ കോണ് ഇങ്ങനെ വരണം. അതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇത്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഈ ഒരു അളവ് എടുത്തിട്ട് ഇതിൽ വേണം നമ്മൾ ഇതിൻ്റെ ഒക്കെ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഒരു ജോലിയും കൂടി ഉണ്ട്. ഇവിടെ ഒന്ന് കൈക്കുഴി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണ്ടേ, എന്നെങ്കിലല്ലേ നമുക്ക് ആ ഒരു അളവ് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 3/4 ഇഞ്ച്. ഓക്കെ, 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച്. ഇനി ഇതെത്രയാണോ അളവ്, എത്രയാണ് അളവ്? 6 ഇഞ്ചല്ലേ ഇവിടെ. ഇതാണ് 6 ഇഞ്ച്. 6 ഒരു പോയിന്റ് ഉണ്ടല്ലേ. അപ്പം നമുക്ക് 3 അതിൻ്റെ പകുതി വരുന്നത്. ഈ പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുക.
ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കണ്ട് കൊടുക്കുക കേട്ടോ. കേട്ടോ, ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തണ്ടേ. എന്താ വരയ്ക്കാൻ ഞാൻ വരച്ചിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശിയൊന്നും വേണ്ട. എന്താ ഇതേപോലെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ആം ഹോൾ വാങ്ങുക കേട്ടോ. ആം ഹോൾ വാങ്ങുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് വരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി വരയിൽ വിദഗ്ധമുള്ളവർക്ക് വാങ്ങാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ടൈമാണിത്. നമ്മൾക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ, അതും കൂടെ ചെയ്യണം. ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് ഇപ്പം അത് കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ബാക്ക് നെക്ക് കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്ക് ഒന്ന് ശരിക്കും അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രമുണ്ട്. അത് ഇതാ, ഇവിടുന്ന് നമുക്കൊരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. 1/4 ഇഞ്ച് കണ്ടോ, ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച്. എന്നിട്ട് ഈ ഒരു ടക്ക് ഉണ്ടല്ലോ, ഈ ഒരു ടക്ക് തുടങ്ങുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, ഷേപ്പ് ചെയ്തിട്ട്. കണ്ടോ, ഇനി നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കത്രിക അപ്പോൾ കട്ട് ചെയ്യാനും എല്ലാം നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്തത് ഇവിടെ കട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ പടി കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ എന്താ അറിയോ, നമുക്ക് പിന്നെ ഒരു എപ്പോൾ ചോദിക്കണമെങ്കിലും, അതായത് ഇപ്പം നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ നമുക്ക് അടിക്കാൻ തോന്നണോ അപ്പം ഇതാണ് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് അതിനായിട്ടൊരു ടൈം പിന്നെ അളവെടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റായിട്ട് ഒന്ന് വരച്ച് കൊടുത്തുകൊണ്ട് ചെയ്താൽ കേട്ടോ. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതാക്കണു. പടി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോവരുത്, അത് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ. ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് പോവുക. ഇതാ ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പോവുക. കണ്ടോ, ഇതാണ് നമ്മുടെ പടി. ഇനി നമുക്ക് എന്താണ് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ ഇതാ ഇവിടേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് കൊടുക്കും. ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കും. അതുപോലെ ഇങ്ങോട്ടും നമ്മൾ ഒരു 1.5 ഇഞ്ച് കൊടുക്കും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കും. വരക്കണം എന്നില്ല കേട്ടോ, ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക 1.5 ഇഞ്ചൊക്കെ. അതേപോലെ തന്നെ ഇവിടെയും 1/4 ഇഞ്ച്, ഇവിടെയും 1/4 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ടെക്ക് കേട്ടോ. ഈ ടെക്ക് ശരിയായാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയായി. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ടെക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പാറ്റേൺ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാൻ ഇതിന് മുന്നൊക്കെ ഞാൻ കാണിച്ചതാണ്, എന്നാലും വണ്ടിയിൽ ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് സ്ലീവ് അടയാളപ്പെടുത്തണം. ഇതാ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇതാ 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ച് നമ്മൾ കൈക്കുഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വിടണുള്ളൂ കേട്ടോ.
ഇതാ ഈ സംഭവം ഉണ്ടായാൽ ഈസി ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓക്കെ. പിന്നെ അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, കറക്റ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കാം. ലെങ്ത്ത് 14 ഇഞ്ച് കേട്ടോ. 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിക്കൊരു 1.5 ഇഞ്ച് കൂട്ടിയാൽ 1.5 ഇഞ്ച് കൂട്ടിയാൽ 15.5. 15.5. ഇനി ബോട്ടം റൗണ്ട് നമുക്ക് 5.5. അപ്പോൾ അതിക്കൊരു 1 ഇഞ്ച് കൂട്ടി 1.25 ഇഞ്ച് കൂട്ടിയാൽ മതി. 1.5 ഇഞ്ച് തന്നെ കൂട്ടാം. 7. ഓക്കെ, നമ്മളങ്ങനെ വരച്ച് കൊടുത്താൽ മതി. പിന്നെ തുണിക്കനുസരിച്ച് ഒക്കെ നമ്മളെന്ത് ചെയ്യുക, തയ്യൽ തുമ്പ് മാറ്റി കൊടുക്കട്ടോ. തുണിക്കനുസരിച്ച് തയ്യൽ തുമ്പ് മാറ്റി കൊടുക്കണം. ഇപ്പോൾ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ തുണിക്കനുസരിച്ച് നമ്മൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. ബ്ലൗസിന് ശീല വളരെ പരിമിതമായിരിക്കും. അപ്പോൾ നമ്മൾ ശീലക്കനുസരിച്ച് കയ്യിനൊക്കെ തയ്യൽ തുമ്പിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് വെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കയ്യിന് വെട്ടിയാൽ മതി. ബോർഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യും റെഡി ആയിട്ടുണ്ട്. ഓക്കെ.